ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ടെലിഫോൺ സംഭാഷണം നടത്തി ഉടൻ തന്നെ ട്രംപ് ചൈന സന്ദർശിക്കുമെന്ന് വാർത്ത വരുന്നു. തൈവാൻ പിടിക്കാൻ ചൈന ശ്രമിച്ചാൽ സൈനികമായി തിരിച്ചടിക്കുമെന്ന് ജപ്പാനീസ് പ്രധാനമന്ത്രി പറയുകയും ചെയ്യുന്നു. ഈ വാർത്തകളെക്കുറിച്ചുള്ള പ്രതികരണം എന്താണ് ബി? ഒരുപക്ഷെ ഒരു പുതിയ സഹകരണത്തിന്റെ മുഖവും പോർമുഖവും തുറക്കുന്നത് ഈ ജപ്പാനും ചൈനയും അതുപോലെ തന്നെ തായ്വാനും ഒക്കെ അടങ്ങുന്ന ആ മേഖലയിലാണ്. ചൈന കടലിനടുത്തുള്ള പ്രദേശങ്ങളിലാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിനിടയിൽ ഈ മണിക്കൂറുകളിൽ വരുന്ന ഒരു സഹകരണത്തിൻ്റെ വാർത്ത, എപ്പോഴും കൊമ്പ് കോർത്ത് നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നു. ട്രംപിനെ വാഴ്ത്തുന്നതൊക്കെ ഇഷ്ടമാണ്. എന്തെങ്കിലും ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു കാണും. അദ്ദേഹം ചൈനയിലേക്ക് യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പെട്ടെന്നുണ്ടാവണമെന്നില്ല, ഏപ്രിൽ ഉള്ളിൽ യാത്ര നടത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. എന്ന് മാത്രമല്ല, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ അതിനുശേഷം അമേരിക്കയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള പോര്, അവർ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് കുറച്ച് കുറവുണ്ടാവുമെന്നാണ് അറിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സൂചനകൾ എന്ന് പറയുന്നത് ഈ ഫെൻറ്റാനിൽ അയക്കുന്നത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ട്. ഒപ്പം തന്നെ ഈ അപൂർവ വസ്തുക്കൾ അല്ലെങ്കിൽ അപൂർവ ലോഹങ്ങൾ അമേരിക്കയിലേക്ക് അയക്കുന്നത് തടയുമെന്ന് പറഞ്ഞ ചൈന അതിൽ നിന്ന് പിന്നോട്ട് പോയി. ഇപ്പോൾ പരസ്പരം സഹകരണത്തിൻ്റെ ഇത് തുറക്കുന്നുണ്ട്. എന്നാലും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ജപ്പാന്റെ പുതിയ വനിതാ പ്രധാനമന്ത്രി സനൈ തകൈച്ചി പറഞ്ഞിരിക്കുന്നത് തായ്വാനങ്ങൻ പിടിക്കാൻ ചൈന ശ്രമിച്ചാൽ ഞങ്ങൾ സൈനികമായി തിരിച്ചടിക്കുമെന്നാണ്. അതിൻ്റെ സൂചനകൾ ചൈന കാണിച്ചിരുന്നു. 2027 തായ്വാനെ പിടിച്ചടക്കി ചൈനയുടെ ഭാഗമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചൈന പറയുന്നത് അത് ഞങ്ങളുടെ ഭാഗമാണ്. ഈ ആകെ ലോകമെമ്പാടുമുള്ള ഇതിൽ സിംഗിൾ ചൈന എന്നുള്ളതിലാണ് തായ്വാനും വരുന്നതെന്ന് അവർ വാദിക്കുന്നു. പക്ഷെ അമേരിക്ക അതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ ട്രംപ് മൗനം പാലിക്കുകയാണ്. പക്ഷേ അവരുടെ ചൈനീസ് അംബാസഡർ പറഞ്ഞിരിക്കുന്നത് ജപ്പാന് പിന്തുണയാണ് അമേരിക്കയുടെ. അതുകൊണ്ട് ഒരു തരത്തിലും തായ്വാൻ കയറി ആക്രമിക്കാൻ ചൈനയെ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. ഒരു കാര്യം കൂടി ഉള്ളത്, ഞാൻ ഇസ്രായേലിനെ കുറിച്ചും ഉക്രൈനെ കുറിച്ചും തൽക്കാലം പറയുന്നില്ല, സമയക്കുറവുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.